പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ മഹത്തായ വനിതകളിൽ ഒരാളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രി, ത്യാഗത്തിന്റെ മാതൃക, സ്നേഹത്തിന്റെ പ്രതീകം, വിശ്വാസത്തിന്റെ സുഗന്ധം പകരുന്ന മഹത്വമുള്ള സ്ത്രീ, അതാണ് ഫാത്തിമ ബീവി. മക്കയിലെ ഖുറൈശി കുടുംബത്തിലാണ് ഫാത്തിമ ബീവി ജനിച്ചത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും മകളായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ നല്ല സ്വഭാവവും വിനയവും കരുണയും നിറഞ്ഞവളായിരുന്നു. ഉമ്മയായ ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നും അവർ ക്ഷമയും ത്യാഗവും പഠിച്ചു. ഉപ്പയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വിശ്വാസവും സത്യനിഷ്ഠയും മനസ്സിലാക്കി. ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ മുസ്ലിങ്ങൾ ഏറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ കഷ്ടപ്പാടുകൾ എല്ലാം നേരിൽ കണ്ടവളാണ് ഫാത്തിമ ബീവി. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബക്കരികിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ ഉപദ്രവിച്ചു. അത് കണ്ട് ഫാത്തിമ ബീവി ഓടിയെത്ത് പിതാവിന്റെ മേലിൽ വീണ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ആ ചെറിയ പ്രായത്തിലും അവർ കാണിച്ച ആ ധൈര്യവും സ്നേഹവും അതുല്യമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെയധികം സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഫാത്തിമ ബീവിയെ വളരെയധികം സ്നേഹമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് ഒരു പിതാവിന്റെ സ്നേഹപ്രകടനം മാത്രമല്ല, ഫാത്തിമ ബീവിയുടെ മഹത്വം ലോകത്തിന് അറിയിച്ച മഹത്തായ ഒരു പ്രഖ്യാപനം കൂടിയാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹയാണ് ഫാത്തിമ ബീവിയെ വിവാഹം കഴിച്ചത്. ലാളിത്യവും ദൈവഭക്തിയും നിറഞ്ഞ നല്ലൊരു കുടുംബജീവിതമായിരുന്നു അവരുടേത്. ആഡംബരമോ സമ്പത്തോ ഒന്നും ഇല്ലായിരുന്നു. എങ്കിലും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ള ഒരു ജീവിതമായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹുമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കൾ. ഫാത്തിമ റളിയല്ലാഹു അൻഹു വളരെയധികം വിനയമുള്ളവരായിരുന്നു. ദരിദ്രരോടും അനാഥരോടും കരുണ കാണിച്ചിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിനു ശേഷം ഫാത്തിമ ബീവി ഏറെ ദുഃഖിതയായിരുന്നു. പിതാവിന്റെ വേർപാട് സഹിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിനു ശേഷം 6 മാസം ആയപ്പോഴേക്കും ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവിയുടെ ജീവിതം ഒരു പ്രകാശമാണ്. അവരുടെ വിനയവും ക്ഷമയും വിശ്വാസവും നമുക്കും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.